എന്ന ജീവനുള്ളതിലുമായ ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഇവരിൽ നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പലരും നിന്റെ വലസ്ഭാഗത്തും കാറ്റിനെ കാണുകയും നിനക്ക് നിന്റെ പിതാവും വിശുദ്ധാത്മാവും സ്തുതികളും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സഹവാസവും നാം എല്ലാവരും ഈ ഭക്ഷണം നമ്മെ വിട്ടുപോയിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിലും എന്നാളും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്തിന് വരുമ്പോ എല്ലാവരും ഞാൻ നിങ്ങളോട് നിന്റെ കാൽകളിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ മണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചുകളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ ജയിപ്പിക്കുന്നു. എന്റെ കണ്ണന്റെ ശത്രുക്കളെ കൊണ്ടും എന്റെ ചെവിയനും വാർദ്ധക്യത്തിൽ അവർ ഫലം വായിച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടിവെച്ചും ഭൂമിയുടെയായ അധിപതിയെ എഴുന്നേൽക്കണമേ. ഡെമ്പികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ. പോവേ ദുഷ്ടന്മാരെത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. അവർ ശകാരിച്ച് രാഷ്ട്രം സംസാരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും കൊമ്പ് പറയുന്നു. യഹോവേ, അവർ നിന്റെ ജനത്തെ തകർത്തുകളയുന്നു. നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും പരദേശിയെയും കൊല്ലുന്നു. അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു. യഹോവ കാണുന്നില്ല എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുകയില്ല എന്നും അവർ പറയുന്നു. ജനത്തിൽ മൃദുപ്രായരായവരെ ചിന്തിച്ചുകൊള്ളുവിൻ. ഭോഷന്മാരെ, നിങ്ങൾക്കെപ്പോൾ ബുദ്ധി വരും? ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? ജാതികളെ ശിക്ഷയമായ യഹോവ ദുഷ്ടന് വഴി ഒഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിരക്കും. ദുഷ്കർമ്മികളുടെ നേരെ ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും. നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആരെനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും. യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ, നിന്റെ ദയ എന്നെ താങ്ങി. എന്റെ ഉള്ളിലെ വികാരങ്ങളുടെ ബന്ധത്തിൽ രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എന്റെ ശരണശൈലമായ എന്റെ ദൈവവും ആകുന്നു. അവൻ അവരുടെ നീതികേട് അവൻ അതിനെ ഉണ്ടാക്കി. മെരീബയിലെ പോലെയും മരുഭൂമിയിലെ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു.
വിധിച്ചു. എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ കാത്തല്ലോ അവനെങ്കിലേക്ക് ചാഞ്ഞിട്ടല്ലോ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെട്ടിയിൽ നിന്നെ കയറ്റി. ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. പാറമെത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. പാറമെത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എന്റെ കർത്താവ്. സ്തുതികൾ തന്നെ. ഹല്ലേലൂയ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ ദേവന്മാർക്കും മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ നാട്ടിലെ സകല വൃക്ഷങ്ങളും രസിച്ചു ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ. ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ, സന്തോഷവും ഉദിക്കും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പിൻ. അവന്റെ ആദർശിക്കുന്നു, അവന്റെ വലങ്കയും അവന്റെ വിശുദ്ധ ഭുജവും അവനെ ജയം നേടിയിരിക്കുന്നു. യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കണ്ടേ തന്റെ നീതിയെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തന്റെ ദയയും വിശ്വസ്തയും അവതരിക്കുന്നു. ഭൂമിയുടെ അതിലൊക്കെയും രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിപ്പിൻ. സമുദ്രവും അതിന്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ. പ്രവാസങ്ങൾ കൈകൊള്ളട്ടെ. പർവ്വതങ്ങൾ ഒരുപോലെ യഹോവയുടെ മുൻപാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ തന്നെ വിധിക്കും. യഹോവ വാഴുന്നു, ജാതികൾ ഉറയ്ക്കട്ടെ. അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു. ഭൂമി ഒരുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും വലിയ സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പിൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയുണ്ടാക്കി നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആളുകളും തന്നെ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാൻ ഒരു നീതികാര്യം എന്റെ കണ്ണിന് മുമ്പിൽ ഹൃദയം എന്നോട് അകന്നിരിക്കും. ദുഷ്ടതയെ ഞാൻ അറിയ
ശക്തിയില്ല. കൂട്ടുകാരനെ കുറിച്ച് അന്വേഷണം പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. നിങ്ങളുടെ ഭാവനും നിങ്ങളുടെ ഹൃദയവും ഉള്ളവനെ ഞാൻ സഹിക്കുകയില്ല. ദേശത്തിലെ വിശ്വസ്തന്മാരോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. നിഷ്കളങ്കമാർഗത്തിൽ എന്റെ ഞെരുക്കത്തിന്റെ ഉച്ചനിട്ടം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂന്ന് പോലെ തന്നെ. ഞാൻ വെച്ചിരിക്കുന്നു, വീട്ടിനുള്ളിൽ തനിച്ചിരിക്കാൻ ഞാൻ കുരുങ്ങി പോലെയാകുന്നു. എന്റെ ശത്രുക്കളെ വഴാതെ എന്നെ നിന്നിരുന്നു, എന്നോട് ചേർന്നവർ എന്റെ പേർ ചൊല്ലി ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിരുന്നു. അവളോട് സമാധാനിക്കാനുള്ള കാലം അതേ അതിന് സമയം വന്നിരിക്കുന്നു. എന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ തോഴിയോട് അറിവും തോന്നുന്നു. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാവുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതെ ഇരിക്കുകയും ചെയ്തുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും. ഭൂമിയിൽ മുഴുവൻ മഴയും വരാതിരിക്കേണ്ടതിന് നീ അവയെ കടന്നുകൂടാത്ത ഒരു അതിർവെക്കും. അവൻ പുറങ്ങളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു, അവ മലകളുടെ ഇടയിൽ കുടിയൊഴിക്കുന്നു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങൾ കുട്ടിവരുന്നു. അവൻ മൃഗങ്ങൾക്ക് മനുഷ്യന്റെ ഉപയോഗത്തിനായി ഞാനും ചേർന്നു പാടിടുമേ. സദസന്നതരനിടുമേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. സേവ ചെയ്തതാൽ താരനെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളേറ്റുവാൻ സദസന്നതരമേ. സുഖവസനായ പാടിടും ഞാൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും തന്നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിക്കുകയും അവന് പാടുകയും അവന് കീർത്തനം പാടുകയും അവന്റെ സകല അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അവന്റെ വിശുദ്ധനാമത്തെ പ്രശംസിക്കുകയും യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവന്റെ ബലത്തെയും തിരയുകയും അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിക്കുകയും അവന്റെ ദാസനായ അബ്രാഹാമിന്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ അവൻ ചെയ്ത അത്ഭുതങ്ങൾ സംരക്ഷിച്ച് വിശുദ്ധന്മാരോടൊന്നിച്ച് വസിക്കുവാനും സംഗതിയാകണം.
സംഖ്യാതീതമായ നിലകളും ഗണങ്ങളും പതിനായിരങ്ങളും ഭയങ്കരമായ ക്രൂരന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഖലകളിൽ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാള നശിക്കുകയും ആദ്യഭൂതങ്ങളിൽ പോവുകയും ഭൂമിയിൽ ദ്രവ്യമായ സർവശരീരങ്ങളും പുനരെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ സൃഷ്ടാവ് നിർമ്മിതാവ് എന്ന നിലയിൽ സ്ഥിരീകരിക്കുന്നു. നന്മയാകട്ടെ അവൻ പ്രവർത്തിച്ചിട്ടുള്ളവരെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാൻ ചില വംശം മുൻപോട്ടുള്ളൂ. പരിപ്രവചനവും ഭയങ്കരമായ സിംഹാസനവുമായി ഒന്നുകൂടുകയും ചെയ്യുന്നു. ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്തതായ ആ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരൻ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തപാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരും എന്നിലും ഞാൻ അവരിൽ വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവരെ ഉറപ്പിപ്പിക്കുമെന്നും ജീവനുള്ള തിരുവായി കൊണ്ട് അവരിൽ ചെയ്തിട്ടുള്ള വചനം ഞങ്ങളുടെ വിവരം നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ പ്രയോജനത്തിന്റെ വലുതുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിരവധാനും പരിശുദ്ധാത്മാരും സ്ത്രീസോദരം വരയുകയും ചെയ്യുമാറാകണമേ. ചെയ്യുമാറാകണം.
ശാന്തിയുടുത്താനത്തോളം തനുവേ ദിവസീയ ഹല്ലേലൂയ ഹല്ലേലൂയ വൈദേശികരെന്നേവും ചൊന്നേടുന്നാർപ്പം അവിട്ടുകയോ വിട്ടതിനാൽ ഏൽപ്പാൻ തരമില്ല പ്രേക്ഷിതനെന്നോ ദേവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക കർത്താവരെയും ഞാൻ ദേവിയതാകും മോഹനസുരമന്ദിരമേ വാഴുക സുഖമേ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസുധാമയാതയും പാതയും നീയ ജഗദീപോഷകനെ പശയിൽ നീ എന്നെ പോറ്റി ഞാനെരിയരുതേ നിന്തനുരുതിരങ്ങൾ എന്തനുവിനും വാസന വീശുമ്പോൾ കാണണമേ ഞാനു കാലത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വേർപാടിൻ വേളയിലാത്മം മേയോടുരചയും ബന്ധുബലാരണിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധിനിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്താൽ ഫലമുളവായവനെ വാസസ്ഥലവും ധനവും ഞാനുളവസ്ഥർക്കേ സിംഹാസന സവിധം പോകും ഹല്ലേലൂയ ചെയ്തികളറിയിപ്പാൻ സംഗീതം നേത്രം ചാവരുളിൽ പാതാളത്തിൽ നിൻസിവായാണ് ദൈവം നിങ്ങൾ നിന്നിപ്പോൾ നീങ്ങു ദൈവത്തെ നിങ്ങൾ വത്സലരെ സന്ധ്യാവാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ശോഭിക്കും നാളിൽ നിർത്തണമേ വരമായി വരേ ദേവാദാസന്നേ പുണ്യം മഹിമോദയനാഥന്യൽ നിർത്തണമേ വരമായി ജീവസ്വരമനുണർത്തണമേ കബറിനുദ്യാനത്തിനായ സൗമൻകാലം സ്ത്രീയലായി ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവ
ജീവൻ ബ്രദരാവർക്കും നൽകുന്നു. അവരുള്ളിൽ നീന്തി അവരവരുള്ളിൽ എഴുന്നേറ്റു ഉയരുന്നു പാർക്കുമോ. ശരീരം വാഴ്ചി ചന്ദ്രക്കമ്പാനം ജീവൻ പാതാളത്തിൽ കൊള്ളനായി വീഴാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ മരിച്ചതു ഞാൻ എന്നും തന്നറിഞ്ഞു മേലെ നോവാതാറേ കിട്ടിയ നിന്റെ വാരം തൃത്വത്തെ കൊണ്ടാടിമയിൽ ചോരും കൈക്കൊണ്ടീടേണം. നമസ്കാരം കാണിക്കുന്നതായിരിക്കും. നാളെ രാവിലെ 10:30 ശുശ്രൂഷകളെക്കുറിച്ച് ദേവാലയത്തിൽ കബറടക്കമുള്ളതായ ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ശുശ്രൂഷകളിലും സംബന്ധിക്കുവാനായിട്ട് നിർത്തിക്കൊള്ളും. അതുപോലെ ഈ പ്രാർത്ഥനയോടും ഭവനത്തിലായിരിക്കും ഓർമ്മിപ്പിക്കുന്നു. Kandaye Prevanchivam
അല്ല എന്റെ പാർപ്പിടം. വേണ്ട വേണ്ട ഭൂപ്രദേശം അല്ല എന്റെ പാർപ്പിടം. സമയത്തിൽ ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമദീന വ്യതവേട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമദീന വ്യതവേട്ടോടിടുന്നു. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ. അവിടെ ഭക്ഷണം കൊള്ളുന്നു. പിന്നെ അറിയ സർവ്വക്ഷങ്ങൾ ചന്ദ്രനെ നിയമിച്ചു. സൂര്യൻ തന്റെ അസ്തമനത്തെ അറിയുന്നു. നീ എത്തുന്നു, രാത്രി ഉണ്ടാകുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളുടെയും സഞ്ചാരം തുടങ്ങുന്നു. ഇടയ്ക്കായി അലകുന്നു. അവ ദൈവത്തോട് തന്നെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉറ്റുമ്പോൾ അവ മടങ്ങുന്നു. തങ്ങളുടെ ഗോപുരങ്ങളിൽ ചെന്ന് കിടക്കുന്നു. തുടങ്ങി അവയൊക്കെയും ബാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലുപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കൾ ഉണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ വ്യാപാരമുണ്ട്. തക്കസമയത്ത് തീ കിട്ടുന്നതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ തുറക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്നുകൊണ്ട് കിട്ടുവരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത പൊടിയിലേക്ക് തിരികെ ചെല്ലുന്നു. നീ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും കേൾക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവൃത്തിയിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മകളെ തൊടുന്നു, അവ പോയുന്നു. എന്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാനുള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും. എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പാപികൾ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും തന്നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. അവന് വിളിപ്പീൻ, അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ. അവന്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ. അവന്റെ വിശുദ്ധവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരിചയമായിരുന്നു. അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിന്റെ അടുക്കിലേക്കും പോകും. അവരെ പീഡിപ്പിക്കാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം അവൻ രാജാക്കന്മാരെ ശാസിച്ചു. അവരുടെ അഭിഷിക്തന്മാരെ തുടരുത്. എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. യഹോവയുടെ വചനങ്ങൾ പൂർത്തിയാവുകയും അവന്റെ അരുൾപ്പാടിനാൽ അവന് ശോഭന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാര്യങ്ങളെ കൊണ്ടുവരികയും അവൻ ജനങ്ങളെ കൊടുക്കുകയും ചെയ്തു. രാജാവ് ആളെ സമയം വിളിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചുകൊള്ളുവാൻ അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാനും അവന്റെ ഭവനത്തിന് അവനെ ഭർത്താവായും ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
സമാധാനം മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. എന്നോട് നീ ഉത്തരവില്ലണമേ, കൈക്കൊള്ളണമേ. എന്റെ പ്രാർത്ഥന തിരുമുമ്പാകെ ധൂപം പോലെയും എന്റെ കൈകളിൽ നിന്നുള്ള കാഴ്ച സന്ധ്യയുടെ വഴിപാട് പോലെയും ഇരിക്കുവാനാകണമേ. എന്റെ ഹൃദയം ദുഷ്കാര്യത്തിന് ചായാതെയും ഞാൻ അന്യായ സ്ത്രീകളെ പ്രവർത്തിക്കാതെയും ഇരിക്കത്തക്കവണ്ണം എന്റെ വായിയെ കാവൽക്കാരനെയും എന്റെ അഗ്രഹങ്ങൾക്ക് കാവൽക്കാരനെയും നിയമിക്കണമേ. കൂടി ഞാൻ പെരുമാറാകട്ടെ. എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. പുരുഷന്മാരുടെ എണ്ണ എന്റെ തലയ്ക്ക് കൊഴുപ്പാകാതിരിക്കട്ടെ. എന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷത്തെ കുറിച്ചാകുന്നു. അവരുടെ കർത്താക്കൾ പാറയുടമയാൽ നിരോധിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. ഒഴിവ് ഭൂമിയെ പിളർക്കുന്നത് പോലെ ശവക്കുഴിയുടെ വഴിക്കരികൾ അവരുടെ അസ്ഥികളിൽ പോയി. കർത്താവേ, ഞാൻ എന്റെ കണ്ണുകൾ നിങ്ങളിലേക്ക് ഉയർത്തി നിന്നെ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കണികൾ
മറച്ചുവെച്ച പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നവരെയും അധർമ്മികൾ സ്വന്തവരകളിൽ വെടിപ്പിച്ചു വീഴട്ടെ. ഞാൻ എന്റെ ശബ്ദത്തോടെ കർത്താവിനെ വിളിച്ചു. ഞാൻ എന്റെ ശബ്ദത്തോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ തിരുമുമ്പാകെ സങ്കടം ബോധിപ്പിച്ചു. എന്റെ തിരുസന്നിധിയിൽ അറിയിച്ചു. എന്റെ ആത്മാവ് വിഷാദിച്ചപ്പോൾ നീ എന്റെ കൂടെ അറിയുന്നുവല്ലോ. എന്റെ നടപ്പുകളുടെ വഴിയിൽ എനിക്ക് അവർ കിടികളെ മറച്ചു വെച്ചു. വലതുഭാഗത്ത് സൂക്ഷിച്ചു നോക്കി എന്നെ അറിയുന്നില്ല. സ്ഥലമില്ലാതെ പോയി. എന്റെ ആത്മാവിന് പകരം ചോദിക്കുന്നവരില്ല. കർത്താവേ, ഞാൻ നിന്നിലേക്ക് നിലവിളിച്ചു. നീ എന്റെ ശരണം. ജീവനുള്ളവരുടെ ദേശത്തെ എന്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നത് എന്റെ അപേക്ഷ സൂക്ഷിച്ചു കൊടുക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നേക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നാം സ്തോത്രം ചെയ്യേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്ന് എന്റെ ആത്മാവിനെ പുറപ്പെടുവിക്കണമേ. നീ എനിക്ക് പ്രതിഫലം നൽകുമ്പോൾ നിന്റെ നീതിമാന്മാർ എന്നെ കാത്തിരിക്കും. കർത്താവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ശ്രദ്ധിക്കണമേ. എന്റെ വചനപ്രകാരം നിന്റെ നീതിപ്രകാരം എന്നോട് ഉത്തരവരണമേ. എന്റെ ദാസിനെ ന്യായവിസ്താരത്തിൽ അവർ അന്യായം ചെയ്യുകയും അവർ തന്നെ വഴിയിൽ നടന്നു. നിന്റെ കൽപ്പനകൾ കൃത്യമായി പ്രമാണിക്കാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. തന്റെ പ്രമാണങ്ങൾ ആചരിക്കാൻ തന്റെ വഴികൾ ഒരുക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നന്നായിരുന്നു. ഞാൻ നിന്റെ കൽപ്പനകളെ ആചരിച്ചാൽ രക്ഷിക്കുകയില്ല. ഞാൻ നിന്റെ നീതിയുടെ ന്യായങ്ങളെ പഠിപ്പിച്ചാൽ പരമാർത്ഥ ഹൃദയത്തോടെ സമർപ്പണം ചെയ്യും. ഞാൻ നിന്റെ പ്രമാണങ്ങൾ ആചരിച്ചും നീ എന്നെ കൈവിടരുതേ. ഒരു കാലത്തിന്റെ വഴിയെ ഞാൻ വെളിപ്പെടുത്താത്തും നിന്റെ പ്രമാണങ്ങൾ ആചരിക്കും. ഞാൻ നിനക്ക് വിരോധമായി പാപം ചെയ്യാതിരിക്കുന്നതിന് നിന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ ഞാൻ സമ്പത്തേക്കാൾ നിന്റെ സാക്ഷ്യത്തിന്റെ വഴിയെ ധ്യാനിച്ചു. നിന്റെ വഴികളെ അറിഞ്ഞു. ഞാൻ നിന്റെ വചനത്തിൽ മറക്കാതിരിക്കാൻ നിന്റെ വേദപ്രമാണത്തെ ധ്യാനിച്ചു. ഞാൻ ജീവിച്ച ജ്ഞാനത്തോടുകൂടെ നിന്റെ സാക്ഷികളെ കുറിച്ച് ജീവിച്ചു. എന്റെ ജീവൻ മണ്ണോട് ചേരുമാറയും തിരുവചനപ്രകാരം എന്നെ ജീവിക്കും. ദുഷ്ടന്മാരുടെ വഴിയിൽ നിന്ന് നീക്കിയും നിന്റെ വേദപ്രമാണം നിന്നെ പഠിപ്പിക്കണമേ. ഞാൻ നിന്നുള്ള വിശ്വാസമാർഗത്തെ തിരഞ്ഞെടുത്ത് നിന്റെ ന്യായങ്ങളിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യത്തോടെ ചേർന്നിരിക്കുന്നു. കർത്താവെ, എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്നെ സന്തോഷിപ്പിച്ചതിനാൽ ഞാൻ നിന്റെ കൽപ്പന വഴിയിൽ എന്നെ നടത്തണമേ. എന്നാൽ ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നു. എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, നീ കൽപ്പനകളായിരിക്കും. അവരുടെ മുഖം അവരുടെ ഹൃദയം പോലെ ഉള്ളതായിരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണത്തെ പ്രമാണിച്ചു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ പഠിപ്പിക്കേണ്ടതിന് കഷ്ടത സഹിക്കുന്നത് എനിക്ക് നന്നായി. നിന്റെ വായുടെ പ്രമാണം 1000 തന്നെ കാണിക്കുന്നത് പ്രമാണിക്കേണ്ടതിന് നിന്റെ ജീവിക്കണമേ. കർത്താവേ, നീ എന്നെ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരിക്കലും നിന്റെ പ്രമാണത്തിൽ മറക്കുകയില്ല. എന്നാൽ എന്റെ ജീവൻ അവയിലാകുന്നു. ഞാൻ നിനക്കുള്ളവൻ ആകുന്നു എന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ആദരിച്ചു. ദുഷ്ടന്മാരെ നശിപ്പിക്കാതിനെ നോക്കി കാത്തിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷിയെ തിരിച്ചറിഞ്ഞു. ഞാൻ അനുഭവത്തിലേക്കും അവസാനം കണ്ടെത്തിയിരിക്കുന്നു. നിന്റെ കൽപ്പനയെയും വിശാലമാകുന്നു. ഞാൻ നിന്റെ ബഹുമാനത്തെ ഏറ്റവും സ്നേഹിച്ചു. അത് എല്ലാ ദിവസവും നിന്റെ കൽപ്പനകളെ ആദരിച്ചുകൊണ്ട് ഞാൻ പൂർവന്മാരെക്കാൾ അധികം തിരിച്ചറിവുള്ളവരാകുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് സകല ദുർമാർഗത്തിൽ നിന്ന് ഞാൻ എന്റെ കാലുകളെ കടന്നു. നീ എന്നെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ നിന്റെ ന്യായവിധികളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. നിന്റെ വചനങ്ങൾ എന്റെ നേരിടാക്കിന് എത്രയും മാധുര്യമാകുന്നു.
തേനെ കാണുന്നതാകുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങൾ ധ്യാനിച്ച് ഞാൻ ദുഃഖന്മാരുടെ സകല വഴികളെയും നിരസിച്ചു. തിരുവനം എന്റെ കാലുകൾക്ക് എന്റെ വഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള ജനങ്ങളെ ആചരിക്കാമെന്ന് ഞാൻ ആണയപ്പെടുത്തു. കർത്താവേ, ഞാൻ കർത്താവേ പ്രകാരം ജീവിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പനകളിൽ നിന്ന് മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷ്യത്തെ അവകാശമാക്കി. എന്തെന്നാൽ അത് എന്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. നിന്റെ പ്രമാണങ്ങളെ എപ്പോഴും സത്യമായി ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ തിരിച്ചു. നീ എന്റെ മറയും സകലവുമാകുന്നു. ഞാൻ നിന്റെ ബന്ധത്തിൽ ആശ്രയിച്ചു. പുരുഷന്മാരെ വന്നു പോവുകയും ഞാൻ നിന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ആചരിക്കട്ടെ. തിരുവനന്തപുരത്തിൽ എന്നെ പ്രവർത്തിക്കണമേ. ഞാൻ ജീവിക്കട്ടെ. എന്റെ പ്രത്യാശയെ ലഭിക്കരുത്. എന്നെ സഹായിക്കണമേ. ഞാൻ രക്ഷപ്പെട്ട എപ്പോഴും നിന്റെ പ്രമാണങ്ങൾ പഠിക്കട്ടെ. നിങ്ങൾ നടന്നു പോകുന്നവരെ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. അവരുടെ ആലോചനണ്ടാവുന്നു. നീ എന്നെ താങ്ങണമേ. ഞാൻ രക്ഷപ്പെട്ട എപ്പോഴും നിന്റെ കൽപ്പനകളെ ധ്യാനിക്കട്ടെ. നിന്നെ കുറിച്ചുള്ള ഭയവും നിമിത്തമായിട്ട് എന്റെ മാംസം നിന്റെ നിന്റെ വേദപ്രമാണം ആചരിക്കുക കൊണ്ട് എന്റെ കണ്ണുകൾ നിരനദികൾ ഒഴുക്കി. കർത്താവേ, നീ നീതിയുള്ളവനാകുന്നു. നിന്റെ വിധികൾ എത്രയും നേരിടുകയുമാകുന്നു. നീ നിന്റെ സാക്ഷ്യത്തെ നീതിയോടും വിശ്വസ്തയോടും കൽപ്പിച്ചയക്കുന്നു. നിന്റെ ശത്രുക്കൾ തിരുവനന്തപുരം തുറക്കുന്നതുകൊണ്ട് സദാനേരവും തീർച്ചയായി എന്നെ വേദനപ്പെടുത്തുന്നു. തിരുവനന്തപുരം എത്രയും തിരഞ്ഞെടുക്കപ്പെട്ടതാകുന്നു. നിന്റെ ദാസനെ സ്നേഹിച്ചും ഞാൻ നീതിയുമാകുന്നു. എങ്കിലും നിന്റെ കൽപ്പനകളെ മറന്നില്ല. നിന്റെ നീതി നിലനിൽക്കുന്നതാകുന്നു. നിന്റെ വേദപ്രമാണം സത്യമാകുന്നു. എനിക്കും സങ്കടവും എനിക്ക് സംഭവിച്ചിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ ധ്യാനിച്ചു. നിന്റെ സാക്ഷ്യങ്ങളും എപ്പോഴും നീതിയുള്ളതാകുന്നു. എനിക്ക് ബുദ്ധി തരണമേ. ഞാൻ ജീവിക്കട്ടെ. കർത്താവേ, ഞാൻ നിന്റെ പൂർണ്ണത്തോടെ നിന്നെ വിളിച്ചു. നിന്റെ പ്രമാണങ്ങൾ ആചരിക്കേണ്ടതിന് എന്നോട് കൃപണമേ. ഞാൻ നിന്നെ വിളിച്ചു. ഞാൻ നിന്റെ സാക്ഷ്യത്തെ ആചരിക്കേണ്ടതിന് എന്നെ രക്ഷിക്കണമേ. ഞാൻ പ്രകാലം എഴുന്നേറ്റ് നിന്നെ വിളിച്ചു. നിന്റെ തിരുവനന്തപുരത്തിനായി കാത്തിരിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്തെ കുറിച്ച് ധ്യാനിക്കേണ്ടതിന് യാത്രയാമങ്ങളെ മുൻകൂട്ടി നോക്കേണ്ടിയിരിക്കുന്നു. നീ സമീപമായിരിക്കുന്നു. എന്റെ കൽപ്പനകളെല്ലാം സത്യമുള്ളവയാകുന്നു. നിന്റെ വചനങ്ങളെ കുറിച്ച് ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണുകൾ യാമങ്ങളെ മുൻകൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പണ്ടേ തന്നെ എന്റെ സാക്ഷ്യങ്ങളെ അറിയിച്ചിരിക്കുന്നു. എന്നാൽ ആദ്യം മുതൽ തന്നെ അതിനെ നിയമിച്ചു. ആശ്വാസ
കർത്താവേ, ഞാൻ വേദപ്രമാണം മറക്കായകൊണ്ട് എന്നെ കണ്ട് എന്നെ രക്ഷിക്കണമേ. എന്റെ വ്യവഹാരം തീർത്ത് എന്നെ ജീവിച്ച് എന്റെ തീരുമാനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. അവർ നിന്റെ പ്രമാണങ്ങൾ അന്വേഷിക്കുന്നത് രക്ഷ ദുഷ്ടന്മാരിൽ നിന്ന് ദൂരമായിരിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയെ മതിയാക്കുന്നു. നിന്റെ വിധിപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ തിരിച്ചു എന്റെ വഴികളൊക്കെയും തിരുഭാവിയാകുന്നു. കർത്താവേ, എന്റെ സ്തുതിയും തിരുമുമ്പാകെ എന്നെ ജീവിപ്പിക്കണമേ. എന്റെ അപേക്ഷ തിരുമുമ്പാകെ പ്രവേശിക്കട്ടെ. തിരുവനന്തപുരം എന്നെ രക്ഷിക്കണമേ. എന്റെ പ്രമാണങ്ങളെല്ലാം Bye.
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടെയും ഈ ഭവനത്തോടുകൂടെയും ഭവനവസിക്കുന്നവരോടുകൂടെയും ഈ ഭവനത്തിൽ നിന്ന് ഇപ്പോൾ വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയദാസിന്റെ ആത്മാവോടുകൂടിയും ഉണ്ടായിരിക്കുമാറാകട്ടെ. 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കുന്നു. വിശുദ്ധ വലിയ നോമ്പിലെ പ്രാർത്ഥനയാണ് സന്ധ്യയ്ക്ക് നടത്തുക. ും
ജീവിക്കും നിശ്ചയം എൻ വിരുദെനിക്ക് ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. ഭാവിക്കും നന്നു ഞാൻ രാജൻ കൈ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ഭാഗ്യകാലം ഓർക്കുമ്പോൾ ഉള്ളം തുള്ളുന്നു. യോഗസുഖം തള്ളി ഞാനാ ഭാഗ്യം കണ്ടപ്പോൾ സ്തുതിക്കും നിന്നെ ഞാനായുസിന്നാളല്ല നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാനായുസിന്നാളല്ല നന്ദിയോടടി വണങ്ങും. യഹോവയുടെ വഴികളെ കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. യഹോവ ഉന്നതനെങ്കിലും താഴ്ന്നവനെ കടാക്ഷിക്കുന്നു. ഉയർത്തിയെ അവൻ ദൂരത്തുനിന്ന് അറിയുന്നു. ആമീൻ. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. പാർക്കുമോ. അവരുടെ ശരീരങ്ങൾ ഭൂമിയിൽ വസിച്ചിരിക്കുന്നു. നിനക്ക് പാടുമാറാകണമേ. ദൈവമേ, ദൈവത്തിന് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന സ്വന്തരൂപം മൂലം നിദ്രപ്പെടാതിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും നല്ല ഓർമ്മ പ്രദാനം ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ ജീവന്റെ പുസ്തകത്തിൽ അവരുടെ നാമങ്ങൾ നീ എഴുതുകയും ചെയ്യണമേ. മരിയോറായവേ നിന്റെ ശരണത്തിൽ
സംഘ
സ്ഥലമിരിക്കില്ലാതായി എന്റെ നീക്ക് വേണ്ടി പകരം ചോദിക്കുന്നവരുമില്ല. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവേ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് എന്റെ ആശ്രയോ എന്റെ ഓഹരി എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാവും. നിന്റെ നീതിയുള്ള വിധികളെ ആചരിപ്പാനായിട്ട് ഞാനാണ് ഇട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങൾ എന്നെ നീ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സിലുറച്ചനായ കർത്താവേ, വയറിനെ സ്നേഹിക്കാതെ നോമ്പ് നോൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നോമ്പ് നിനക്ക് ഇഷ്ടമുള്ളതായിരിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ അകൃത്യങ്ങളെല്ലാം മോചിക്കുകയും ചെയ്യണമേ. എഴുതപ്പെട്ട കൽപ്പനകൾ പ്രാപിച്ചു നോക്കിനാൽ ദൈവേഷനായി തീരുകയും ആകാശവും ഭൂമിയും അവരെ അനുസരിക്കുകയും ചെയ്തു. അസൂയാക്കളുള്ള മുതലായ തുമ്പകളെ വെടിഞ്ഞു നോക്കുന്നവർക്ക് പ്രാർത്ഥിക്കുകയും തന്റെ നടപടികളാൽ കർത്താവിനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനാകുന്നു. മുടിയനായ മുക്രനെ പോലെ ഞങ്ങൾ സങ്കടത്തോടെ വിളിക്കുന്നു. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. സ്വർഗത്തിനും നിനക്കും വിരോധമായി ഞങ്ങൾ പാപം ചെയ്തു. കൂലിക്കാരെ പോലെയെങ്കിലും ഞങ്ങളെ കൈക്കൊള്ളണമേ. നിന്റെ ഭവനത്തിനും ദാസന്മാരെ പോലെയെങ്കിലും ഞങ്ങളെ വിചാരിക്കണമേ. നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും നിന്നോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Amen.
ദൈവത്തിന് സ്തുതിയും സമാധാനവും നിരപ്പും മനുഷ്യർക്ക് നമ്മുടെ ശരണവും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യർക്ക് ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യർക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ആശ്വസിപ്പിച്ച് നീ എന്നോട് കരുണ ചെയ്ത് എന്റെ പ്രാർത്ഥനയെ കേൾക്കണമേ. എന്റെ ബഹുമാനത്തെ മറിക്കുകയും ബന്ധത്തെ സ്നേഹിക്കുകയും യാതൊരു അന്വേഷിക്കുകയും ചെയ്യുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരെ തനിക്കായി നിർദ്ദേശിച്ചു എന്നറിഞ്ഞുകൊള്ളി. ഞങ്ങൾ ഭാവനെ വിളിക്കുമ്പോൾ അവൻ കേൾക്കും. പാപം ചെയ്യരുത്. നിങ്ങളുടെ ഹൃദയങ്ങളെ പറയുകയും നിങ്ങളുടെ കരുതലിന്മേൽ വിചാരിക്കുകയും ചെയ്യുകയും നീതിയുടെ പിന്നീട് കഴിച്ചു കർത്താവിൽ ആശ്രയിപ്പിൻ. നല്ലവരെ നമുക്കാരും മകനെ പ്രകാശത്തിനും പ്രകടിക്കട്ടെ എന്ന് പറയുന്നവർ പലരുണ്ട്. കർത്താവേ, അവരുടെ ഗോതമ്പും വീഞ്ഞെണ്ണയും ഒരുമിച്ച് സമാധാനത്തോടെ വർദ്ധിച്ച കാലത്തേക്കാൾ എന്റെ ഹൃദയത്തിൽ നിന്റെ സന്തോഷം നീ തന്നു. ഞാൻ കടന്നുറങ്ങുമെന്നായ കർത്താവേ, നീ മാത്രമേ ഹൃദയത്തോടെ വസിക്കുവാനാകും. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു പാർക്കുമോ. സന്ധ്യയുടെ ഉടയവരെ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും തിരുവാദവും പോലെ കൈക്കൊള്ളുന്നവേ, ഞങ്ങളെല്ലാവരുടെയും അപേക്ഷകൾക്ക് നിന്റെ കരുണയാൽ മറുപടി നൽകുകയും നിന്റെ ശ്രീപ്രകാരത്തിൽ നിന്ന് കരുണ ചൊരിയുകയും ചെയ്യണമേ. പാർക്കുമോ. പ്രാർത്ഥനയിലിരിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. അവനെ കോട്ടയും അഭിസ്ഥാനവുമാകുന്നു. ന്യായവിധിയുടെ ഭയങ്കര ദിവസത്തിൽ രക്ഷിതായുടെ ദുഃഖാദത്തിന് മുമ്പിൽ അവനെ ഉപകാന്തിയോടെ നിർത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ നാഥനായ കർത്താവേ, നിന്നെ ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ സഹായത്തിന് വരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളുടെ കരുണ ചെയ്യണമേ. തന്റെ ലാഭത്തോടുകൂടി കരച്ചിലായും തന്റെ വായിക്കപ്പെടുമ്പോഴും ഭാവിയെ സ്നേഹിക്കപ്പെടുന്നവനായിരിക്കുന്നു. അലുതാവിയുടെ കൺപോലെ ഒഴുകുന്ന കണ്ണുനീരും കുട്ടികൾക്ക് ഒന്നിലും പേരികൾ പോലും ശ്രേഷ്ഠമാകുന്നില്ല. നല്ല വർണ്ണങ്ങളാൽ കരുതാവത്തിന് രൂപം വരയ്ക്കുവാൻ കണ്ണുനീരുകൾക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ കണ്ണുനീർ അനുതാപത്തിന്റെ വലിയ പെരുന്നാളാകുന്നു. ദൈവമേ, എന്നോട് ഉത്തരമരുളി ചെയ്ത് എന്നോട് കരുണ ചെയ്യണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്ക് തിരിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, ചെയ്യണമേ. പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. നിന്ദയും മോചനവും നിന്റെ കയ്യിൽ നിന്നേരണമേ. ദോഷം കൂടാതാരണമേ. നല്ല ഉറക്കം നൽകണമേ. മായകളുടെ സ്വപ്നാദികളിൽ ദാസന് കാണാതാകരുതേ. ഞാനെന്നതിനാൽ എന്നുടലിന്റെ കാവലിനായി വെളിവിന്റെ നീ എന്നെ കീടണമേ. നൽകിയ നിന്റെ വിധിയാലേ എന്റെ മാറ്റിയിട
ഞങ്ങളുടെ
Oh
ശരീരം പക്ഷി കാരണം നാം ഓരോരുത്തരും ഇതേ ഒരു അവസ്ഥ തരണം ചെയ്യേണ്ടതാണ് പൂർണ്ണമായ ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കുന്നത്. നാം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മെ സ്വീകരിക്കുവാൻ പ്രിയ സഹോദരൻ മാനാത്മാരുടെ കൂടെ അവിടെ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസം നമുക്ക് ആവശ്യമായിരിക്കും. അവർ ദൈവസിംഹാസനത്തിലിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്നവരവർക്ക് നിർണായകമായിരിക്കും. ഇനി അവർക്ക് വിശ്വസിക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, തടസ്സങ്ങളോ നേരിടുന്നതായി ഒഴുകുകയില്ല തന്നെ ആരാധിക്കുന്നവരുടെ പ്രിയ സഹോദരൻ ആഴമായ സ്ഥാനം കൊടുക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതായ ഒരു കടമയാണ് നമ്മൾ ശക്തമായിരിക്കുന്നത് എന്നുള്ളതുണ്ടാകുന്നത്. ഒരു മനുഷ്യനിൽ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിലേക്ക് ദൈവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശാരീരികമായ ദൈവം അത് ക്ഷണിച്ച് നയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ചുമതലയിൽ നമുക്ക് ആരാധനയിൽ പുറത്തുള്ളതായ സമ്മതിക്കുകയും ആരാധനകളിൽ വന്ന് വിശേഷങ്ങൾ അന്വേഷിച്ച് തിരികെപോവുകയും ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ ഇതുവരെ യാത്ര ചെയ്ത് എൻ്റെ ഭാഗത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. ആശ്വസിപ്പിക്കേണ്ടത് എന്ന് മാത്രം വളരെ വിജയത്തോടെ പ്രാർത്ഥിക്കുക. കുടുംബത്തിൻ്റെ പങ്കുചേരും ഭദ്രാസനത്തിൻ്റെ പേരിൽ ഭദ്രാസനം പ്രവർത്തിക്കുന്ന പേരിൽ ഭദ്രാസനത്തിൻ്റെ വിവിധങ്ങളായ ഭക്തസംഘടനകളുടെ പേരിലുള്ള അനുശോചനം കുടുംബാംഗങ്ങളെ അറിയുകയും കുടുംബത്തിൽ ഒരിക്കൽ കൂടെ പങ്കുചേരുകയും ചെയ്യുന്നു.
യേശുദേവിന്റെ കാണികളിൽ യേശുദേവിന്റെ കാണികളിന്റെ വാദങ്ങൾക്ക് അവരെ വണങ്ങപ്പെട്ടിരിക്കുന്നു. വാദങ്ങളായി തലമുറകൾ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ ഇസ്രായേലിന്റെ സാക്ഷിയെ ദാവീദിന്റെ സിംഹാസനങ്ങളായ ഉന്നതയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഞാൻ രാജാക്കന്മാരെ ഞങ്ങളെ കൈവശ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളെ കൈവശ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അത്യുന്നതന്റെ വരവിൽ വസിക്കുകയും സർവശക്തിയുടെ നെരുക്കിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനിന്റെ സകലവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറയുന്നു. ആമേൻ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. Thank you.